ദൈവരാജ്യം പണിയുവാനല്ല ക്രിസ്തീയ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെന്തിനാണെന്ന് അല്ലേ? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനും ലോകം മുഴുവൻ തൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുമായി ലോകത്തിൽ നിന്നും വിളിച്ചാക്കപ്പെട്ട ഒരു കൂട്ടമാണ് സഭ. ചിന്തിക്കാം. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് യഹൂദയിലാണെന്ന് നമുക്കറിയാം. തൻ്റെ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്കായി അയക്കുമ്പോഴും പ്രാഥമികമായി ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് അവിടുന്ന് അവരെ നിയോഗിച്ചത്. അതുകൊണ്ട് ഈ വേദഭാഗത്തെ സഭയുടെ ഇന്നത്തെ പൊതുവായ ഒരു ശുശ്രൂഷാ നിയോഗമായി കാണുന്നതിനേക്കാൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക സന്ദർശനവും ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ സഭയ്ക്ക് നൽകിയിരിക്കുന്ന നിയോഗം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചതിന് ശേഷം സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്നതാണ്. ഗിരിമുകളിലിരുന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പ്രഖ്യാപിച്ച ശേഷം താഴേക്കിറങ്ങി വന്നു. അവിടെ അവൻ തൻ്റെ ശക്തി 12 അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തി. തുടർന്ന് യേശു 12 അപ്പോസ്തലന്മാരെ രാജ്യത്തിലെല്ലായിടവും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിക്കുന്നതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നു. ഇന്ന് 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 5ഉം 6ഉം വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കട്ടെ. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. നിങ്ങളുടെ വ്യക്തിപരമായ ശുശ്രൂഷയ്ക്കുള്ള നിയോഗം അല്ലെങ്കിൽ നിർദ്ദേശം ഇവിടെ നിന്നും സ്വീകരിച്ചാൽ നിങ്ങളുടെ ശുശ്രൂഷ ഇസ്രായേൽ രാജ്യത്ത് മാത്രം ഒതുക്കി നിർത്തേണ്ടി വരും. കാരണം ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവാനാണ് ഈ 12 പേർക്കുള്ള നിയോഗം. ഈ വാക്യങ്ങളിൽ നമുക്കുള്ള നിയോഗം ഉൾപ്പെട്ടിട്ടില്ല. ഇത് വ്യക്തമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗമായ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവുമായി ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്തിക്കേ. അപ്പോസ്തലപ്രവൃത്തികളിൽ നാം വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമുക്കുള്ള നിയോഗം യെരൂശലേമിൽ ആരംഭിക്കുകയും അത് യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും വ്യാപിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത്, അതായത് മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്തിരിക്കുന്നത്, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ എന്നത്രേ. 12 പേരുടെ ദൂത് ഇതത്രേ. 7-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ. സ്വർഗരാജ്യം എപ്രകാരമാണ് സമീപിക്കുന്നത്? അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന രാജാവായി യേശുവിൻ്റെ ആളത്വത്തിൽ അതവർക്ക് സമീപമായിരുന്നു. യേശു ക്രിസ്തുവിനെക്കുറിച്ച് അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ്റെ ദൂതും ഇതുതന്നെയായിരുന്നു. എന്നാൽ നമ്മുടെ ദൂത് ഇതല്ല. ദൈവരാജ്യം പണിയുവാനല്ല ക്രിസ്തീയ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. കർത്താവ് ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോൾ ക്രിസ്തു തന്നെ തൻ്റെ രാജ്യം സ്ഥാപിക്കും. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനും ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുമായി ലോകത്തിൽ നിന്നും വിളിച്ചാക്കപ്പെട്ട ഒരു കൂട്ടമാണ് ക്രിസ്തീയ സഭ. ദൈവരാജ്യത്തിൻ്റെ കാര്യം നമ്മുടെ കാര്യമല്ല.
നാം ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ദൈവരാജ്യം നമ്മിൽ ആകുന്നു. തുടർന്ന് ക്രിസ്തു 12 പേരെ അയക്കുന്നത് തനിക്കുണ്ടായിരുന്ന അതേ അധികാരപത്രം നൽകിയാണ്. 8-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഈ 4 കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയണം എന്നതാണ് എൻ്റെ ബലമായ അഭിപ്രായം. മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ അധികാരം നൽകിയതായ സാഹചര്യത്തിലും സമയത്തിലും അത് പ്രായോഗികമായിരുന്നു എന്നത് ഉറപ്പാണ്. രോഗശാന്തിക്കാർ എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഈ പറഞ്ഞത് സാധ്യമാണോ? തങ്ങൾക്കുള്ള നിയോഗമാണ് 8-ാം വാക്യത്തിലേതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവർ അടുത്ത വാക്യത്തെ, അതായത് 9-ാം വാക്യത്തെ ഗൗനിക്കാതെ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. കുറഞ്ഞത് ആ വാക്യം അവരാരും ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഈ വാക്യങ്ങളെല്ലാം ചേർന്നു പോകുന്നതാണ്. 9ഉം 10ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഒരിക്കലൊരു ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധനോട് ഞാൻ ഇപ്രകാരം ആവശ്യപ്പെട്ടു, സുഹൃത്തെ, നിങ്ങളെ ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരിക്കുന്ന ആശുപത്രികളിലേക്ക് കടന്നുപോയി ശുശ്രൂഷിക്കുക. പക്ഷേ രസകരമായ കാര്യം എന്തെന്നാൽ നല്ല സ്തോത്രകാഴ്ച വീഴുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ പ്രിയപ്പെട്ടവർ ശുശ്രൂഷ നടത്തൂ എന്ന് പറഞ്ഞാൽ അത് പരിതാപകരമാണല്ലേ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 9-ാം വാക്യം അതിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ച് വേണം നാം കാണേണ്ടത്. കർത്താവിൻ്റെ 3 വർഷത്തെ ശുശ്രൂഷയിൽ നൽകിയ താൽക്കാലിക ആജ്ഞകൾ അത്രേ ഇവ. പക്ഷേ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ ഒരു ദിവസം വന്നു. അപ്പോൾ തൻ്റെ അപ്പോസ്തലന്മാർക്ക് അവൻ വ്യത്യസ്തമായ നിയോഗങ്ങൾ നൽകി. അതത്രേ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 35ഉം 36ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്. അവിടെ നാം വായിക്കുന്നത്, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഈ വസ്തുത കാണുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഒരു പ്രസംഗകൻ്റെ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷകളെ നാം കൈത്താങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വിനിയോഗിക്കുവാൻ ഒരുമ്പെടുന്ന സുഹൃത്തുക്കളോട് എനിക്കുള്ള ഒരേ ഒരു അപേക്ഷ, അടുത്ത വാക്യവും നിങ്ങൾ അംഗീകരിച്ച് വേണം മുൻപോട്ട് പോകുവാൻ എന്നത്രേ. അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുമല്ലോ. ഈ 2 വാക്യങ്ങളും ഒരുമിച്ച് പോകുന്നതാണ്. ഞാൻ അല്പം കർക്കശമായി സംസാരിക്കുന്നു എന്ന് തോന്നുന്നില്ലല്ലോ. ഒരു വാക്യം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത് സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ സമയത്ത് തൻ്റെ 12 ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതിന് മുൻപ് കർത്താവ് അവർക്ക് നൽകുന്ന മറ്റ് നിർദ്ദേശങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. ഇത് തീർച്ചയായും ഈ കാലത്തിലേക്കുള്ളതല്ല. ഇന്ന് ജനങ്ങളുടെ ജോലി തിരക്കായുള്ള ജീവിതം കാരണം പ്രസംഗിക്കുവാൻ നടക്കുന്നവർ വല്ല ലോഡ്ജിലോ ഗസ്റ്റ് ഹൗസിലോ ഹോട്ടലിലോ ഒക്കെ താമസിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പണ്ടൊന്നും അത്തരത്തിലുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അർത്ഥമാക്കിയത് നാം ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ള ഏറ്റവും നല്ല വിശ്വാസി ഏതെന്ന് അന്വേഷിച്ച് അയാളുടെ വീട്ടിൽ ചെന്ന് പാർക്കണമെന്നല്ല. നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ചില സ്ഥലങ്ങളിൽ അത് സാധിച്ചെന്നിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് 3 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമുള്ള നിർദ്ദേശം പ്രാദേശികമായ അടിസ്ഥാനത്തിൽ കർത്താവ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഭാഗത്തെ അതിൻ്റെ ശരിയായ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ വ്യാഖ്യാനിക്കാതിരിക്കാം. 12ഉം 13ഉം വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ.
ഒരു വീട് എന്നതുകൊണ്ട് ഒരു കെട്ടിടത്തെക്കുറിച്ചല്ല നമ്മുടെ കർത്താവ് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ. ആ കുടുംബത്തിലുള്ള ആളുകളെയാണ് അവൻ സൂചിപ്പിക്കുന്നത്. 14-ാം വാക്യത്തിൽ അവൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. ഇതും ഇന്ന് നമുക്കുള്ള നിയോഗമല്ല. ഇന്നത്തെ കാലത്തെ സുവിശേഷ വേലക്കാരുടെ മനോഭാവമല്ല ഇത്. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ യോഗങ്ങൾക്കായി പോയിട്ടുള്ളപ്പോൾ പട്ടണത്തിന് വെളിയിൽ പോയി പൊടി തട്ടിക്കളഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ചെയ്യുവാൻ തോന്നിയിട്ടില്ല എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഉപദേശം അന്നത്തെ സാഹചര്യത്തിൽ ആ ജനത്തിന് വേണ്ടി നൽകപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയും കർത്താവ് പറയുകയാണ്, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗോമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ന്യായവിധിക്കിരയായ ചില പട്ടണങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അടുത്ത അധ്യായത്തിൽ നാം കാണുന്നതാണ്. കർത്താവ് അവരോട് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. പ്രാദേശികമായ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം സാക്ഷ്യത്തിനായി പോകുമ്പോൾ അവർക്ക് കൈമുതലായിരിക്കേണ്ട ഏതാനും വലിയ പ്രമാണങ്ങൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. തീർച്ചയായും ഈ പ്രമാണങ്ങൾ എക്കാലത്തും ശ്രേഷ്ഠമായിട്ടുള്ളതും അനുയോജ്യവുമാണ്. ഇന്നും നമുക്ക് ഇവ പ്രായോഗികമാണ്. ഒരു ദൈവ പൈതൽ പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവനും പ്രാവിനെപ്പോലെ നിരുപദ്രവകാരിയുമായിരിക്കേണ്ടതാണ്. ഇവയിൽ ഒന്നു മാത്രമായിരിക്കുക എന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ശ്രദ്ധിച്ചോണം, ഇത് രണ്ടും കൂടെ ചേർന്ന് പോകും. ഒരു പാമ്പ് അപകടകാരിയും ഒരു പ്രാവ് അപായപ്പെടാവുന്ന സാഹചര്യത്തിലുമാണ് എപ്പോഴും ആയിരിക്കുന്നത്. അതിനാൽ ഈ രണ്ട് യോഗ്യതകളും കൂടി നാം ചേർത്തിണക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? 17-18 വാക്യങ്ങളിൽ നാം കാണുന്നത്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും. ഇതും കർത്താവിൻ്റെ 3 വർഷത്തെ ശുശ്രൂഷയുടെ കാലത്തിലേക്ക് നൽകപ്പെട്ട നിർദ്ദേശമാണ്. ഈ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്നും പലയിടത്തും അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എത്ര യാഥാർത്ഥ്യമാണ്. 19-20 വാക്യങ്ങളിൽ കർത്താവ് തുടരുന്നു, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. യേശുവിൻ്റെ നിയോഗപ്രകാരം പ്രവർത്തിച്ചതിന് കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോൾ മറുപടി തയ്യാറാക്കുവാൻ അവസരം ലഭിക്കാതിരുന്ന ആളുകളെ സംബന്ധിക്കുന്നതാണ് ഈ വാക്യങ്ങളെന്നാണ് എൻ്റെ വിശ്വാസം. കർത്താവ് നിയോഗിച്ചയച്ച ഈ ആളുകൾ യാതൊന്നും തയ്യാറാക്കിയിരുന്നില്ല എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഈ വാക്യം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രസംഗങ്ങൾക്ക് തയ്യാറെടുപ്പൊന്നും വേണ്ട എന്ന് വാദിക്കുന്നവർ ഇന്ന് ഉണ്ടെന്നുള്ളത് നിർഭാഗ്യകരം തന്നെയാണ്. ഇക്കൂട്ടർ ആത്മീയരെന്നതിലുപരി അലസരാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു. ഒരു തയ്യാറെടുപ്പുമില്ലാതെ പ്രസംഗിക്കണമെന്ന് നിർബന്ധമുള്ള ഈ മടിയൻ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി നിശ്ചയിച്ചു, ഈ തയ്യാറെടുപ്പൊന്നുമില്ലാതെ പ്രസംഗിക്കുന്നവൻ്റെ പ്രസംഗം ഒന്ന് കേട്ട് കളയാമെന്ന്. ആ മനുഷ്യൻ ഒരു തയ്യാറെടുപ്പുമില്ലാതെയാണ് പ്രസംഗിച്ചതെന്ന് മനസ്സിലാക്കുവാൻ പ്രസംഗം കേൾക്കുന്ന ആർക്കും കഴിയുമായിരുന്നു. വളരെ ഖേദകരമായൊരു പ്രസംഗം. അന്ന് രാത്രി ഞങ്ങൾ തിരികെ പോരുമ്പോൾ എൻ്റെ സുഹൃത്ത് പ്രസംഗിച്ച സുഹൃത്തിനോട് ചോദിച്ചു, ഇന്ന് താങ്കൾ പ്രസംഗിച്ച ആ പ്രസംഗം തയ്യാറാക്കി പ്രസംഗിച്ചതാണോ എന്ന്. ഹേ, ഒരിക്കലുമല്ല. പിന്നെ തനിക്ക് എങ്ങനെയാണ് അത് കിട്ടിയത്? ഓ, അതറിയില്ലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണ്. എൻ്റെ സുഹൃത്ത് ആ പ്രസംഗിച്ച വ്യക്തിയോട് പറഞ്ഞു, സുഹൃത്തേ, അത്ര മോശപ്പെട്ട ഒരു പ്രസംഗത്തിന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പഴിചാരുന്നത് ശരിയല്ല. തൻ്റെ അപ്പോസ്തലന്മാർക്ക് ക്രിസ്തു നൽകിയ ഈ നിർദ്ദേശത്തെ ഉപാധിയാക്കി വളരെയധികം പ്രസംഗകരും പിശാചിൻ്റെ കൈകളിലെ ആയുധമായി തീരുന്നത് നിർഭാഗ്യകരം തന്നെയാണില്ലേ?
തങ്ങളുടെ പ്രസംഗങ്ങൾക്ക് തയ്യാറെടുപ്പൊന്നും വേണ്ട എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ തെറ്റായ ഒരു വ്യാഖ്യാനമത്രേ. ഈ വാക്യങ്ങൾ അവയുടെ പശ്ചാത്തലത്തിലിട്ടിട്ട് പ്രാദേശികമായ അവരുടെ സാഹചര്യത്തിൽ അവയെ കണ്ടാൽ അവയുടെ അർത്ഥം വ്യക്തമാണ്. നാം ചിന്താക്കുഴപ്പത്തിലാകേണ്ട ഒരു കാര്യവുമില്ല. വെറുതെ ദൈവവചനത്തിൻ്റെ മറ പിടിച്ച് അബദ്ധം കാണിക്കരുതേ എന്ന് ഞാൻ പറയട്ടെ. 21 22 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യത്തെ വരവ് ഒരർത്ഥത്തിൽ മനുഷ്യരെ യോജിപ്പിക്കുകയല്ല, ഭിന്നിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബത്തിലെ ഒരാൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും വേറൊരാൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഭിന്നിപ്പുണ്ടാകുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3 സംവത്സരങ്ങൾ തൻ്റെ ആളുകളെ സൂക്ഷിപ്പാൻ കഴിയുമെന്ന വസ്തുതയാണ് കർത്താവ് 22-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ വാക്യം വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അർത്ഥം മഹാപീഡനത്തിൻ്റെ കാലത്ത് തനിക്കുള്ളവരെ കാത്തു സൂക്ഷിപ്പാൻ കർത്താവിന് കഴിയുമെന്നാണ്. ഇനി 23-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകില്ല എന്നവൻ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോകം മുഴുവനല്ല, ഇസ്രായേൽ മാത്രം. മനുഷ്യപുത്രൻ വരുവോളം, ഇതിൻ്റെ അർത്ഥം ക്രിസ്തു യഹൂദജാതിയുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്തുന്നത് വരെയും എന്നത്രേ. ഇസ്രായേൽ രാജ്യം മുഴുവൻ കർത്താവ് സഞ്ചരിച്ചു എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് അല്പം പ്രയാസമായി തോന്നുന്നില്ലേ? കർത്താവിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ വാസ്തവമായൊരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്നവൻ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ പല ഉത്തരങ്ങൾ അവനോട് പറഞ്ഞുവെന്ന് നാം കാണുന്നു. ഓരോരുത്തർക്ക് അവനെക്കുറിച്ച് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇന്നും ലോകത്തിൽ കർത്താവിനെക്കുറിച്ച് എന്തുമാത്രം വ്യത്യസ്തങ്ങളായ ചിന്താഗതികളാണ് ഓരോ മനുഷ്യർക്കുമുള്ളത്. ക്രിസ്തീയ സമൂഹങ്ങളിൽ തന്നെ നമുക്കത് കാണുവാനായി സാധിക്കും. 24-ഉം 25-ഉം വാക്യങ്ങൾ, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി, യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേൽസബൂൾ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നാം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന കാര്യം നാം സദാ ഓർത്തിരിക്കേണ്ടതാണ്. അവിടുന്ന് 1-ാം സ്ഥാനത്തായിരിക്കണം. അവന് നാം പ്രഥമ സ്ഥാനം നൽകുന്നില്ലെങ്കിൽ നാം പ്രശ്നത്തിലാകും. അവനുമായി പ്രശ്നത്തിലാകുമെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഗുരുവിനെപ്പോലെ ആകുന്നത് ശിഷ്യന് മതി എന്നാണ്. നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ മനുഷ്യർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന കാര്യത്തിൽ ഒട്ടും വ്യാകുലപ്പെടേണ്ടതില്ല. അവർ കർത്താവിനെക്കുറിച്ചും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. യേശുവിനോട് തന്നെ മനുഷ്യർ മോശമായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർക്ക് അതിലും മെച്ചമായത് പ്രതീക്ഷിപ്പാൻ വകയില്ല. എത്ര പ്രോത്സാഹജനകമായ വാക്കുകളല്ലേ! ഏറ്റവും മോശമായത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊള്ളുക. പിന്നെ അല്പം നല്ലത് വന്നാലും അധികം സന്തോഷത്തിനല്ലേ വക നൽകുന്നത്. നമ്മുടെ ഗുരു എത്ര നല്ലൊരു മാതൃകയാണ് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്. 26-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. അതെ സുഹൃത്തെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതം ഒരിക്കൽ അകവശം പുറത്തായി മറിച്ചിടുവാൻ പോകുകയാണ്. അകവശം പുറത്താക്കിയിടാറില്ലേ? ദൈവത്തിൻ്റെ അന്തിമമായ ന്യായവിധിയിൽ ദൈവമക്കൾ പ്രകീർത്തിക്കപ്പെടും. പീഡിപ്പിച്ചവർ ശരിക്കും ശിക്ഷ വാങ്ങിക്കിട്ടും. ആയതിനാൽ നിങ്ങളുടെ അകവും പുറമേ കാണുന്നത് പോലെ ആകർഷകമാക്കി സൂക്ഷിക്കുക. അഭിനയമൊക്കെ നമുക്ക് കളയാം. വിശുദ്ധമായി നമുക്ക് നമ്മെ സൂക്ഷിക്കാം.
ദൈവം ഹൃദയങ്ങളെയാണ് ശോധന ചെയ്യുന്നത്. 27, 28 വാക്യങ്ങളിൽ, ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവീൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പീൻ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുക. ധൈര്യശാലിയായിരുന്ന ഒരു ഭക്തനോട് ആരോ ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെയാണ് ഇത്രയും ധൈര്യമുണ്ടായതെന്ന്. അതിന് അദ്ദേഹം നൽകിയ മറുപടി, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭയപ്പെടാവുന്ന മനുഷ്യർ ആരുമില്ല എന്നത്രേ. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? 29 വാക്യത്തിൽ, കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എത്ര മനോഹരമായ വാഗ്ദത്തമാണ് നാം ഇവിടെ കാണുന്നത്. ചെറിയ കുരികിലിനെ പോലും കരുതുന്നവനാണ് നമ്മുടെ ദൈവം. അവന് മനുഷ്യരായ നമ്മെക്കുറിച്ച് എത്ര വലിയ കരുതലാണുള്ളത് എന്നോർക്കണം. പിന്നീട് കർത്താവ് പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്വന്തം മാതാവ് നിങ്ങളെ സ്നേഹിക്കുന്നതിലധികം കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. 31 വാക്യത്തിൽ അവൻ പറയുകയാണ്, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അതേക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഒരു കുരികിൽ എവിടെയാണെന്ന് ദൈവം അറിയുന്നുവെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് കർത്താവ് അറിയുന്നു. നിങ്ങളുടെ അവസ്ഥ, ഉള്ള അവസ്ഥ കർത്താവ് അറിയുന്നു. 32 വാക്യത്തിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുൻപിൽ ഞാനും തള്ളിപ്പറയും. നാം വാസ്തവമായി ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊണ്ടാൽ, അതെ, നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് രക്ഷകനായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നാം അവനെ പരസ്യമായി ഏറ്റുപറയും. അതാണ് ഇവിടുത്തെ അർത്ഥം. അത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. 34 വാക്യത്തിൽ കാണുന്നത്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. അക്രമരാഹിത്യവാദക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്യം അത്രേ ഇത്. അനീതി പാടെ നീക്കപ്പെടുന്നത് വരെയും അമർച്ച ചെയ്യപ്പെടുന്നത് വരെയും യേശുക്രിസ്തുവിൻ്റെ ആളത്വം സാത്താനോട് ശത്രുതയുളവാക്കുകയും പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. സമാധാനമുണ്ടാക്കുന്നതിനായി ഈ പണമെല്ലാം വാരിക്കോരിക്കളയുന്ന സംഘടനകളും രാജ്യങ്ങളും ഈ വാക്യം അല്പമൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. തൻ്റെ 1ാമത്തെ വരവെങ്കിൽ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുവാനല്ല ക്രിസ്തു വന്നത്. പാപം ഇന്നും ലോകത്തിലുണ്ട്. അത് ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ദുഷ്ടന് സമാധാനമില്ല എന്ന് ദൈവം പറയുന്നു. അതേസമയം ഒരു ദൈവപൈതലിൻ്റെ ഹൃദയത്തിൽ സമാധാനം വളരെയുണ്ട്. കർത്താവ് തുടർന്ന് പറയുകയാണ്, മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാൻ അത്രേ ഞാൻ വന്നത്. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ക്രൂശിൻ്റെ വചനം നശിച്ച് പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, ഈ 35 36 വാക്യങ്ങളിലെ സത്യത്തെയാണ് നാം കാണുന്നത്. ഒരു കുടുംബത്തിലെ ചില അംഗങ്ങൾ സുവിശേഷം കേട്ട് സത്യം അംഗീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായൊരു വിഭജനം അവിടെ ഉണ്ടാകും, അല്ലേ? സഹോദരങ്ങൾ തമ്മിൽ ചേർന്ന് പോയെന്ന് വരില്ല. ക്രിസ്തു വിശ്വാസികൾ തമ്മിൽ ഐക്യതയുണ്ടാകും. എന്നാൽ ആ ഐക്യത രക്ഷിക്കപ്പെടാത്തവരുമായുള്ള വേർപാടിന് കാരണമാകും. 37 വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുകയും അതിൻ്റെ വില കൊടുപ്പാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സമർപ്പണത്തെക്കുറിച്ച് അധികം സംസാരിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. ക്രിസ്തുവിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കാതെ ക്രിസ്തുവിനുള്ളവരെന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ സാധ്യമല്ല സുഹൃത്തെ. പലപ്പോഴും ഞാൻ പത്രോസിനെ പോലെയാണ്. വീഴ്ചയുടെ കാര്യത്തിൽ മുൻപിലും
എങ്കിലും ദൈവം വിശ്വസ്തനല്ലോ. അവിടുന്ന് എൻ്റെ അവിശ്വസ്തത കണക്കിടാതെ എന്നെ ചേർത്ത് കൊള്ളുന്നു. 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. എനിക്ക് യോഗ്യനല്ല എന്ന പ്രയോഗം ഉപയോഗിച്ച് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മിൽ അനേകരും യോഗ്യരല്ലല്ലോ. അതിൻ്റെ അർത്ഥം നാം പൂർണ്ണമായി സമർപ്പിക്കപ്പെടാത്തിടത്തോളം അവൻ നമ്മെ ഉപയോഗിക്കുവാൻ പോകുന്നില്ല എന്നത്രേ. പക്ഷേ അവൻ നമ്മെ എറിഞ്ഞു കളയുകയില്ല. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ നമ്മെ തന്നോട് ചേർത്ത് മുൻപോട്ട് കൊണ്ടുപോകും. ഇന്ന് നാം ശരീരത്തിലിരിക്കുമ്പോൾ നമുക്കുള്ള ജീവനും ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ദാനമായി ലഭിക്കുന്ന നിത്യജീവനും തമ്മിലുള്ള അന്തരം കർത്താവ് ഇവിടെ പറയുകയാണ്. ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഒരു വ്യക്തി കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. ലോകം തന്നെ പകച്ചു എന്നും തനിക്കുള്ളവരെ ലോകം പകയ്ക്കുമെന്നും കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗത്ത് ഈ 40 മുതലുള്ള വാക്യങ്ങളുടെ ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്തു ഭൂമിയിൽ പ്രശസ്തനായിരുന്നതിനേക്കാൾ ഒട്ടും കൂടുതൽ നാം ഈ ഭൂമിയിൽ പ്രശസ്തരാകേണ്ടതില്ല. ക്രിസ്തുവിനോടുള്ള നമ്മുടെ കൂറിൻ്റെയും വിശ്വസ്തതയുടെയും അളവ് പ്രവാചകനുള്ള പ്രതിഫലത്തിലും നീതിമാനുള്ള പ്രതിഫലത്തിലും കാണിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ഒരു പ്രവാചകനായി നാം ഏറ്റുപറഞ്ഞാൽ ഒരു പ്രവാചകൻ്റെ പ്രതിഫലവും, വെറും ഒരു നീതിമാനായ മനുഷ്യനായി സ്വീകരിച്ചാൽ നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും. എന്നാൽ അവനെ നിൻ്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ പ്രതിഫലവും ലഭിക്കും. വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിനോടുള്ള സ്നേഹത്തിലും കർത്താവിനോടുള്ള ആരാധനയിലും നാം വിശ്വസ്തരാണോ? ചിന്തിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് സമർപ്പണവും വിശ്വസ്തതയും ത്യാഗവും ആവശ്യപ്പെടുന്ന ഒരു ജീവിത വിടയാണ്. കാലത്തിനനുസരിച്ച് ശുശ്രൂഷാ ശൈലികളും സാഹചര്യങ്ങളും മാറിയേക്കാം. എന്നാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും സുവിശേഷത്തോടുള്ള വിശ്വസ്തതയിലും ഒരു ശിഷ്യന് മാറ്റം വരുത്തുവാനാകില്ല. ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ കർത്താവിൻ്റെ പ്രസാദമാണ് വിലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് എതിർപ്പുകൾക്കും പരീക്ഷകൾക്കുമിടയിലും അവിടുത്തെ ധൈര്യത്തോടെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. കാരണം ക്രിസ്തുവിനായി നഷ്ടപ്പെടുത്തുന്നതൊന്നും നിത്യതയിൽ നഷ്ടമാകുകയില്ല. കർത്താവിനോടുള്ള വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം നിശ്ചയമായും അവിടുന്ന് മറന്നു പോവുകയില്ല.